ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വട്ടായി പോകും കാണുന്നവർക്ക്. പടം ഫുള്ളൊരു സ്ലോ പേസ് പടമാണ്. പിന്നെ ഓവറോൾ കുഴപ്പമില്ല, ഫാമിലിക്ക് കുഴപ്പമില്ല കാണാം. ഫുള്ളൊരു സ്ലോ ആസിഫലിയൊക്കെ ഉള്ള ഫുള്ളൊരു ത്രില്ലറിങ്ങാണ്, പക്ഷേ കുറച്ച് സ്ലോ പേസാണ്. നമ്മളിങ്ങനെ നോക്കിയിരുന്ന കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് എന്തോന്നും മൊത്തം മനസ്സിലായില്ല. ലാസ്റ്റ് ആ ക്ലൈമാക്സ് മനസ്സിലായില്ല. ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ചെറുതായിട്ട് എൻഡിങ് ആണ്. അമലാപോൾ ലാസ്റ്റ് പാർട്ടി അമലാപോളിൻ്റെ ക്യാരക്ടറൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വ്യക്തത കിട്ടിയില്ല. നമുക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു സ്റ്റാർട്ട് പോലെ എൻഡ് ചെയ്ത് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുണ്ട്. വ്യക്തത വേണമായിരുന്നു, കുറച്ചുകൂടെ വ്യക്തത വേണമായിരുന്നു. അമലാപോളിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മൊത്തത്തിൽ മനസ്സിലായില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. നല്ലോണം പെർഫോം ചെയ്തു. മ്യൂസിക് എല്ലാം കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. ഡയറക്ഷനൊക്കെ ഒരു ത്രില്ലർ മോഡലായിരുന്നു പടം. ത്രില്ലറാണ്. ആസിഫ് അലിയുടെ പടം കൊള്ളാം. ആസിഫ് അലിയുടെക്കാൾ ജിത്തു ജോസഫിൻ്റെ പടമാണ്. ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹം സ്ഥിരം ഒരേ ലെവൽ ആക്ടിങ്, ഒരേ ലെവൽ പിന്നെ അഭിനയം, ഒരേ ചിരി. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആസിഫിനെ ചിരിയൊന്നും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. മേക്ക് ഓവറുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് താരം ആസിഫ് തന്നെയാണ്. വളരെ മനോഹരമായിട്ട്, വളരെ ക്ലാസിക്കായിട്ട് അദ്ദേഹം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നിരിക്കും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. വളരെ ധൈര്യം കാണിച്ചു അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ മാറ്റി. പിന്നെ വിജനതയാണ്, കഥാപാത്രങ്ങൾ വളരെ കുറവാണ്, ക്ലാസിക് നിരൂപക പടമാണ്. പക്ഷേ എന്നിരുന്നാലും പടം വളരെ മനോഹരമായിട്ടാണ്. സൗണ്ട് സ്കോറൊക്കെ നമ്മൾ ശരിക്കും വല്ലാതെ ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്ത തലം. നമ്മൾ ത്രില്ലറാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വട്ടായി പോകും കാണുന്നവർക്ക്. ആ ഒരു തരത്തിലുള്ള ഒരു പടമാണ്. പക്ഷേ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നും പ്രതീക്ഷിച്ചല്ലരുത്, ഭയങ്കര ട്വിസ്റ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ വളരെ സട്ടിലായിട്ട് പോകുന്ന, വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിലും, അതായത് ക്യാമറ ആയാലും അതുപോലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും, റൈറ്റിംഗ് ആയാലും, സ്ക്രിപ്റ്റ് ആയാലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കുഴപ്പമില്ല, ആവറേജ്. ത്രില്ലിംഗ് ഉണ്ട്, സസ്പെൻസ് ആണ്. പിന്നെ ഇല്ലല്ലോ, വേറൊരു വേഗമാണ്. പിന്നെ കുഴപ്പമില്ല. 3 പേരേ ഉള്ളൂ, ടോട്ടൽ 3 പേരേ ഉള്ളൂ. ത്രില്ലിങ് 4 പേരുണ്ട്. അമലാപോള് കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. 5-ൽ ഒരു 3-3.5